ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സ്കെയിൽ കമാൻഡിനെ കുറിച്ചാണ്. ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ സ്കെയിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായി മോഡിഫൈഡ് സ്കെയിൽ എടുക്കുക, സെലക്ട് ഒബ്ജക്റ്റ്, നമ്മൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. ഏതൊരു ഒബ്ജക്റ്റിനാണ് നമുക്ക് സ്കെയിൽ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ബേസ് പോയിൻറ്റ് ചോദിക്കും. ബേസ് പോയിൻറ്റ് ഞാൻ സപ്പോസ് ഇതെടുത്തു. ഇതിൻ്റെ ഇപ്പോൾ ആൾറെഡി ഉള്ള സൈസ് എന്ന് പറയുമ്പോൾ 2/3 ആണ്. ഞാൻ അതിനെ സെലക്ട് ചെയ്തു. ഇനി നമുക്കിതിനെ എത്രത്തോളം സ്കെയിൽ ചെയ്യണം, എനിക്കിതിൻ്റെ ഡബിൾ ആക്കണം. അതായത് നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഡയമെൻഷൻ എടുത്ത് നോക്കാം. നമുക്ക് മുമ്പുള്ളായിരുന്നത് 2/3 എന്നുള്ളതിൻ്റെ ഡബിളായി 4/6 ആയിട്ടുണ്ട്. സപ്പോസ് നമുക്കൊന്നുകൂടെ നോക്കാം. ഈ ലൈനിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ്. എനിക്ക് ഈ ലൈനെ ഡബിൾ ആക്കണം. അതിനെ നമ്മൾ സ്കെയിൽ കമാൻഡിൽ പോവുക, സെലക്ട് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഇനി ഒരു ബേസ് പോയിൻറ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉള്ളത് 2 എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് എനിക്കതിൻ്റെ മാറ്റേണ്ടത് ഡബിൾ ആക്കണം. അപ്പോൾ ഞാൻ വീണ്ടും 2 കൊടുത്തു. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ആയിട്ടുണ്ട്. ഈ ബേസ് പോയിൻറ്റ് നിർത്തിക്കൊണ്ട് നമ്മളതിനെ 2 സ്കെയിലിൽ വലുതാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. ഞാനൊരു ലൈൻ വരച്ചു. ലൈനിൻ്റെ ലെങ്ത് ഞാനൊരു 3 കൊടുത്തു, എൻ്റർ ചെയ്തു. ഇതിൻ്റെ ഡയമെൻഷൻ ഞാൻ നോക്കാം. ഇപ്പോൾ 3 ആയിട്ടുണ്ട്. എനിക്കിതിനെ സ്കെയിൽ ചെയ്തിട്ട് ഡബിൾ ആക്കണം, അതായത് 6 ആക്കണം. സ്കെയിൽ കമാൻഡിൽ പോവുക, സെലക്ട് ഒബ്ജക്റ്റ്, എൻ്റർ. എൻ്റെ ബേസ് പോയിൻറ്റ് ചോദിക്കുന്നത് ഞാനിവിടെ സെലക്ട് ചെയ്തു, 2 കൊടുത്തു. അതായത് സ്കെയിൽ നമുക്ക് ഇതിൻ്റെ ഡബിൾ ആക്കണം. അപ്പോൾ നമുക്ക് ഡബിൾ ആയിട്ടുണ്ട്. ഇതാണ് സ്കെയിൽ കമാൻഡ്സ്.